നിനക്ക് എന്നെയാണോ BMW തന്നെയാണ് ഇഷ്ടം? ഇതിന്റെ ഫോട്ടോസ് കാണിച്ചു, അപ്പോഴും എനിക്ക് ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യേ പൊട്ടാട്ടി എന്ന് പറഞ്ഞു. ഞാൻ വടക്കോട്ട് ഇരുന്ന് എനിക്ക് തോന്നല, വടക്കോട്ട് ഇരുന്ന് എനിക്ക് തോന്നു. എനിക്ക് ഇരിക്കാൻ പറ്റിയ കാർദിച്ചു കൊടുക്കൂട്ടെ ഞാൻ ഉള്ള കാര്യം മറക്കാം. അഖിലിനെ ഒന്ന് പുഷ് ചെയ്ത അഖില് ചിലപ്പോ കരയും ഗൈസ്. എന്റെ അഖില് ലോലനാണ്. മറ്റേ ബെൻസ് ഓടിച്ചിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ താങ്കൾക്ക് പറയാൻ പറ്റുന്ന വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഒരു എന്താ പറയുക, പെട്ടെന്ന് സഡൻ തീരുമാനത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ള പ്ലാൻ നമുക്ക് രണ്ടുപേർക്കും ആക്ച്വലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നാണ് എനിക്കൊരു ഐഡിയ തോന്നുന്നത്, ഓക്കെ ലെറ്റ്സ് ഷൂട്ട് സംതിങ് റിയലി സ്പെഷ്യൽ എന്നുള്ളത്. നമ്മളിപ്പോൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി പോയോണ്ടിരിക്കുകയാണ്. ബട്ട് ദ തിങ് ഇസ്, അയ്യോ നേരത്തിലായോ പക്ഷെ ദ തിങ് ഇസ്, നമുക്കിപ്പോഴും ഷുവർ അല്ല ആ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ ഷുവർ അല്ല. അത് കാരണം കൊണ്ട് ഈ വീഡിയോ പുറത്ത് വരുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. സ്റ്റിൽ ഇപ്പോൾ ഇത് പോണ കാര്യം നടക്കുകയാണെങ്കിൽ എനിക്കൊരു റിഗ്രറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുമ്പോൾ അത് റെക്കോർഡ് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ് ഞാൻ. അപ്പോൾ എന്നെ സ്പൾബറാണ് കൊണ്ടുപോകുന്നത്. ഡെഫിനറ്റ്ലി സ്പൾബറിന് ഒരു വൈ ക്ലബ് ഉണ്ട് ഇന്ന്. സ്പൾബർ ഇന്ന് മൊത്തത്തിൽ തെക്കോട്ട് ഇരുന്ന് എനിക്ക് തോന്നണം, അല്ല വടക്കോട്ട് ഇരുന്ന് എനിക്ക് തോന്നുന്നു. സ്പൾബറിന് ഒരു മൂകതയുണ്ട് ഇന്നത്തെ ദിവസത്തിൽ, മൊത്തത്തിൽ അതുണ്ട്. അതുകൊണ്ട് സ്പൾബർ ഈ വ്ളോഗിൽ മൂകനായിരിക്കും മിക്കവാറും. എനിക്ക് തോന്നുന്നു അഖിലിന് ആക്ച്വലി അത് നടക്കോ ഇല്ലയോ അതിൻ്റെ ഒരു ടെൻഷനാണ് സത്യത്തിൽ അഖിലിന്. അഖിൽ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും. സോ ലെറ്റ്സ് ഗിവ് ഹിം സം സ്പേസ്. അപ്പോൾ ദ തിങ് ഇസ്, നമ്മളിപ്പോൾ അവിടേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു 20 മിനിറ്റ് നമ്മുടെ വീട്ടിൽ നിന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മളിനി ഒരു 20 മിനിറ്റ്സ് നമ്മൾ അവിടെ എത്തും. അപ്പോൾ മേ ബി ദിസ് ഈസ് ദ ലാസ്റ്റ് വീഡിയോ. നമ്മൾ ഈ കാറിലിരുന്ന് ഷൂട്ട് ചെയ്യുന്ന അവസാനത്തെ വീഡിയോ ചിലപ്പോൾ ഇതായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ആക്ച്വലി നമ്മളൊരു കാറ് മേടിക്കാനാണ് പോകുന്നത്. ഞാൻ നല്ലോണം പറഞ്ഞു വന്നായിരുന്നേ. അപ്പൊ അങ്ങടെ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കണം. ശാപം. ഇപ്പൊ അറിയോ എക്സൈറ്റഡ്? വലിയ ആംഗലേയൊക്കെ അടിച്ചു. വലിയ ചെറുതായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ഇങ്ങോട്ട് തിരിഞ്ഞാ കാണില്ല. റെസ്റ്റ് റൂം, തലയ്ക്ക് മേളിൽ റെസ്റ്റ് റൂം. ഇപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ താങ്കൾ എക്സൈറ്റഡ് ആണോ? ചെറുതായിട്ട്. ഇപ്പോൾ താങ്കൾക്ക് എന്താണ് മനസ്സിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മളിങ്ങനെ ഒരുപാട് EMI അതൊന്നും എടുത്ത് തല വെക്കരുത്. നമുക്ക് പറ്റണത് മാത്രം ചെയ്യാം. ഇത് ഓർമ്മപ്പെടുത്തലാണോ അതോ? ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഒരുപാട് ഒന്നും ചെയ്യരുത്. നമുക്ക് ഇത് ഇമോഷന്റെ പുറത്തെടുത്ത് തല വെച്ചിട്ട് പിന്നെ ചക്രശ്വാസം വലിക്കേണ്ടി വരും. ജീവിത പാഠങ്ങൾ ഫ്രം അഖിൽ സുധാകരൻ. ആദ്യത്തെ കാറ്, പക്ഷെ ആദ്യത്തെ വണ്ടി ഞാൻ മേടിക്കുമ്പോൾ എനിക്ക് ജോലി പോലും ഇല്ല. എന്തോ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മേടിച്ചേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര വരച്ചു. പക്ഷെ ഇപ്പം എനിക്കൊരു പെർമനന്റ് ജോലി ഉണ്ട്, പെർമനന്റ് ഇൻകം ഉണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു എന്ന് പറ. ആരോട് പറയണ്ടേ? എന്നോട് തന്നെ പറയാമോ? This way we get a tax credit for new video. Yeah, video. നമ്മൾ ആക്ച്വലി എടുത്ത കാർ എന്ന് പറഞ്ഞാൽ വിച്ച് വൺ? പറയൂ ഡീറ്റെയിൽസ് പറയൂ. നിനക്കറിയോ? എന്താ? എനിക്കറിയാം, BMW 2 Series അല്ലേ? യെസ്, അതാണ് നമ്മൾ എടുത്ത കാർ. സോ ദിസ് ഇസ് ദ വൺ നമ്മൾ എടുത്ത കാർ. ഇതങ്ങനെ അത്ര എന്താ പറയുക, നമുക്ക് ആക്ച്വലി നല്ല ഡീൽ കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ തീർത്തത്. നമ്മളിങ്ങനെ ഒരു ഭയങ്കര വലിയ ബ്രാൻഡഡ് കാർ മേടിക്കണം എന്നുള്ളൊരു പ്ലാനൊന്നും ആക്ച്വലി നമുക്ക് ഉണ്ടായിരുന്നില്ല.
പക്ഷേ നമുക്കിത് നൈസ് ഒരു ഡീല് കിട്ടി. ആ ഡീൽ കിട്ടിയപ്പോൾ തൊട്ടാകിൽ അധികം എടുന്ന് ഇങ്ങനെ പറയുന്നതായിരുന്നു നമുക്കതെടുക്കാം എന്നൊക്കെ. പക്ഷേ ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇതിൻ്റെ ഫോട്ടോസ് കാണിച്ചു, അപ്പോഴും എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യേ പൊട്ടാണ്ടി എന്ന് പറഞ്ഞു ഞാൻ. പക്ഷേ വൺസ് ഈ കാറ് നമ്മൾ വന്നൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു, അവനും ഇഷ്ടപ്പെട്ടു. സോ അപ്പോൾ തൊട്ട് ഞങ്ങൾ ഇതിനെ ലോക്ക് ചെയ്തു. ആൻഡ് ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളായാലും നമ്മളത് ബാക്കിയൊക്കെ സംസാരിച്ചിട്ട് നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല സത്യത്തിൽ ഇത് എടുക്കണോ വേണ്ടയോ എന്നൊന്നും. അപ്പോൾ വൺസ് ഇവിടെ വന്ന് നമ്മളതൊക്കെ തീരുമാനിച്ച് നമുക്ക് ഓക്കെ എന്ന് തോന്നിയപ്പോൾ വി തോട്ട് ലൈക്ക് ഓക്കെ ഈ ഡീല് മിസ് ചെയ്യണ്ട, അപ്പോൾ നമുക്കത് എടുക്കാം എന്നുള്ള രീതിയിൽ. ആൻഡ് അങ്ങനെ അതെടുത്തു. സോ ഇവിടെ നമ്മുടെ പഴയ കാർ, ഇവിടെ നമ്മുടെ പുതിയ കാർ. അഖിലിന് ആദ്യം കുറച്ച് എന്താ പറയുക ഇതുകളുണ്ടായിരുന്നു, എങ്ങനെ നമ്മൾ പുതിയതെടുത്താൽ കുറച്ച് ആഡംബരമാവുമോ എന്നൊക്കെ. പക്ഷേ അവസാനം അഖിൽ അതിലേക്ക് തന്നെ വഴി മാറി. ആൻഡ് മൊത്തം ഇങ്ങോട്ട് വരുമോ? ഹൗ ഡു യു ഫീൽ ടുഡേ? I feel good. യു ഫീൽ ഹാപ്പി? അടിപൊളിയല്ലേ? ആണേ എനിക്കൊരു ഹഗ്ഗൊക്കെ തരാട്ടോ. താങ്ക്സ്. ഹാപ്പി. There's no bracket. You wouldn't want us to screw into your front bumper, trust me. No. Yeah. If there was a bracket, we would have put it on, but there was no bracket. Now are you happy? മുത്തേ Happy. ഇപ്പൊ ചിരിയൊക്കെ വന്ന്. ഇതൊന്നും നമ്മുടെ പുതിയ വണ്ടി അങ്ങനെയല്ല കൊണ്ടുനടക്കാൻ ഉദ്ദേശിച്ചാണ്. എത്ര നാളത്തേക്ക്? അല്ലേ അത് ഞാൻ ഒറ്റയ്ക്ക് ഉപയോഗിച്ചത്. ഇനി ഞാൻ എൻ്റെ ഫാമിലി അല്ലേ, അതിൻ്റെ ഒരു വ്യത്യാസം. നീ സമ്മതിച്ചില്ല, ഞാൻ അത് വേണം. അത് ഇനിയിപ്പോൾ അത് വേണ്ട, കളഞ്ഞേക്കാം. കളഞ്ഞ ഈ ടിന്ന് ഇത് എന്തിന്റെയാണ്? നീ വാഷർ ഫ്ലൂയിഡ് അല്ലേ? ഈ വാഷർ ഫ്ലൂയിഡിന്റെ ടിന്ന് പോലും ഇടല്ലേ പൊന്നെ. ഞാൻ ഇടും. ഇതിന്റെ ടിന്ന് പോലും കളയാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിന്റെ എന്താണെങ്കിലും അത് കൊണ്ട് കളഞ്ഞൂടെ, ബിന്നിലിട്ടൂടെ? കടായി കവറുണ്ടായിരുന്നു. എന്താടാ ഒരു പ്രശ്നം തള്ളക്ക് കേറ്റി എനിക്ക് വിളിക്കണമെന്നുണ്ട്. This might be the last time you sitting in this car. നീ ഒന്ന് ഇതിലേക്ക് നോക്ക്. നീ ഈ കാറിൽ ഇരിക്കാൻ പോകുന്ന ലാസ്റ്റ് ടൈം ആയിരിക്കും മുത്തേ. കര കമോൺ. അഖിലിനെ ഒന്ന് പുഷ് ചെയ്ത് അഖില് ചിലപ്പോ കരയും ഗൈസ്. എന്റെ അഖില് ലോലനാണ് അല്ലേടാ മുത്തേ? നോട്ടെ, കണ്ണൊന്ന് നോക്കട്ടെ ഇങ്ങോട്ട് തീഞ്ഞേ. നീ ശരിക്കും കരഞ്ഞ മുത്തേ? ഓക്കെ, നീ ശരിക്കും ചെക്ക് ചെയ്യണേ. എൻ്റെ DNA ഞാനിവിടെ കുഴിച്ചിടുന്നുണ്ട് കേട്ടോ. കാർ മുഴുവൻ എൻ്റെ DNA ഞാൻ കുഴിച്ചിടുന്നുണ്ട്. സോ ഇനി നമുക്കിവിടെ കുറച്ച് പരിപാടികളും കൂടെ ബാക്കിയുണ്ട്. സത്യത്തിൽ അപ്പുറത്ത് നമ്മുടെ പഴയ കാർ കിടക്കണമെന്ന് നമുക്ക് ചെറിയൊരു വിഷമം വരുന്നുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് എന്നെ എയർപോർട്ടിൽ നിന്ന് അല്ലേ
പിക്ക് ചെയ്തത് നമ്മുടെ ആ കാറിലായിരുന്നു. നമ്മൾ പോയ എല്ലാ യാത്രകളും അതിലായിരുന്നു. അങ്ങനെ വി ഹാഡ് ലൈക്ക് ഗുഡ് മെമ്മറീസ് ആ ഒരു കാറിൽ. പക്ഷെ ദാറ്റ്സ് ഓക്കെ, വിൽ ബി ഹാവിങ് മോർ ഗുഡ് മെമ്മറീസ് വിത്ത് ദിസ് വൺ എന്നാണല്ലോ. അപ്പോൾ മൊത്ത കാർ മേടിച്ചതിൻ്റെ ട്രീറ്റ് തരും എനിക്ക്. മുത്തേ ഇത് എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ വരുന്നുണ്ട് കേട്ടോ, ഒരു BMW ടൂർ കിട്ടോ എന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി. സാറൊന്ന് സഹകരിക്കണം. എന്നാലും സാറൊന്ന് സഹകരിക്കണം. ഞാൻ ആദ്യമായിട്ടായിക്കില്ല അല്ലായിക്കില്ലേ ഞാൻ ഒരു BMW ഒക്കെ മേടിക്കണേ. അപ്പൊ എനിക്കത് വലിയ കാര്യമാണല്ലോ. എനിക്കൊരു BMW ടൂർ തന്നൂടെ നിനക്ക്? എന്റെ ചാനൽ അങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിക്കട്ടാ. എടാ ഇതിന്റെ സീറ്റൊക്കെ പൊന്തിക്കാൻ പറ്റൂലേ? എനിക്കിരുന്നാ മറ്റേ നിലം കാണോ? മനുഷ്യ എനിക്കിരുന്നാ മുമ്പിൽ കാണോ റോഡ്? എനിക്കിരിക്കാൻ പറ്റിയ കാർ തിരിച്ചു കൊടുക്കൂടെ ഞാൻ? ഉള്ള കാര്യം മറക്കാം. എന്തറിഞ്ഞിട്ട് ഈ തൊട്ടിത്തോണ്ടി നിക്കണത്? ഓ ചാർജർ, ഓ വയർലെസ് ചാർജർ ഒക്കെ വലിയ പട്ടിഷോ. എന്നാലും വലിയ പട്ടിഷോ താങ്കളുടെ വക. അതിലതിപ്പോ ഇത്ര നേരം മുന്നേ വരെ നീ മറ്റേ വള്ളി കൊണ്ട് കുത്തി നടന്നവനാണ് കേട്ടാ. നീ അത് മറക്കരുത്. അത് എനിക്ക് ടാനടിക്കണേ. ഞാൻ കറക്റ്റ് മാറി ഇത് മാറ്റി. നമ്മുടെ വണ്ടി ഇനി നമ്മൾ ഫസ്റ്റ് ഇന്ധനം അടിക്കാൻ പോവുകയാണ്. ഇത് കാരണം കാണില്ല, കാർ ഓഫാണ്. നമ്മൾ ഫസ്റ്റത്തെ ഇന്ധനം അടിക്കാൻ പോവുകയാണ്. സോ ഇതിൻ്റെ ഇന്ധനത്തിൻ്റെ പരിപാടി ഇസ് ലൈക്ക് ദിസ്. നമുക്കിതിനെ അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പ്രീമിയം ഗ്യാസ് അടിക്കണം. സത്യം. ഇതിന് പ്രീമിയം മാത്രം അടിക്കാൻ പറ്റുള്ളൂ? അങ്ങനെയില്ല, പക്ഷെ പ്രീമിയം അടിച്ചാൽ നല്ല പെർഫോമൻസ് കിട്ടും. എടാ ഇത് നിന്റെ മെമ്മറി ബുക്കിൽ ഒട്ടിക്കണം. എന്തിനാ ഇത്? ഫ്യൂവലിന്റെ റെസീറ്റ്. എന്തിനാ ആദ്യത്തെ ഗ്യാസ് അടിച്ചത്? ഓ എടാ നീ ഇതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയാ? നിന്റെ കൂടെ പിന്നെയാ. എനിക്കൊരു മെമ്മറി ബുക്ക് ഉണ്ട്. അപ്പൊ ആ മെമ്മറി ബുക്കിൽ ഞാൻ എനിക്ക് ഇങ്ങനെ എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഇങ്ങനെ റെസിപ്റ്റ്, സ്ലിപ്പ്, ഈവൻ ഫുഡൊക്കെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് അപ്പോൾ അവിടുത്തെ ഫുഡിൻ്റെ മറ്റേ ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതുവരെ ഞാൻ ഇങ്ങനെ കീറി അതിലൊട്ടിച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു രസമല്ലേ. ലൈക്ക് നമ്മൾ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ആ ബുക്ക് തുറക്കുമ്പോൾ നമുക്ക് ലൈക്ക് ഹായ് നമ്മൾ ഇവിടെയൊക്കെ പോയിരുന്നല്ലോ, നമ്മൾ ഇതൊക്കെ അല്ലേ കഴിച്ചാൽ അതെ അതിൻ്റെ ഇതാ അങ്ങനെയൊക്കെ തോന്നില്ലേ? എനിക്കങ്ങനെ തോന്നും. ആൻഡ് ഐ ഗെറ്റ് സോ എക്സൈറ്റഡ് വിത്ത് അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ അഖിലാണെങ്കിൽ അതിപ്പോൾ എന്നിട്ട് ഇതൊരു റെസിപ്റ്റ് അല്ലേ, ആ സെറ്റപ്പായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി അഖിലെനിക്ക്, അതിപ്പോൾ കാറായതുകൊണ്ടായിരിക്കുള്ളൂ, കാറിൻ്റെ ഒരു ബില്ല് ലൈക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്യൂവൽ അടിച്ച റെസിപ്റ്റ് എനിക്ക് അവൻ തന്നു ടു കീപ്പ് ഇൻ മൈ മെമ്മറി ബുക്ക്. ഇതെന്തായാലും ഞാൻ മെമ്മറി ബുക്കിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും. ഡ്രൈവറിന് പ്രത്യേകിച്ച് മാറ്റില്ല. ഡ്രൈവർ ഈസ് സ്റ്റിൽ മൈ സ്പൾബർ. ഡ്രൈവർ മൂളുന്നേ ഉള്ളൂ. ഡ്രൈവർ ഒന്നും കേൾക്കുന്നില്ല. ബിക്കോസ് ഡ്രൈവറിൻ്റെ ഉള്ളിൽ സ്ട്രെസ് വന്നു. ഡ്രൈവർ ഇസ് ലൈക്ക് അയ്യോ ഇത് ശരിയാക്കണമല്ലോ, അയ്യോ. അതാണ് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും അഖിൽ മൂളിത്തരും. എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത് കേൾക്കാത്ത പോലെ ഇരിക്കും, പക്ഷേ ആള് ഒന്നും കേട്ട പോലെ ഇരിക്കും, പക്ഷെ ഒന്നും കേട്ടിട്ടില്ല സത്യത്തിൽ. നമ്മൾ എന്ത് ചോദിച്ചാലും അഖിൽ എന്ന് പറഞ്ഞാൽ എന്നെ ഒഴിവാക്കി വിടും. അപ്പോൾ ഞങ്ങളിതിൻ്റെ പണിപ്പരിപാടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും വലിയ ഐഡിയ ഒന്നുമില്ല, കാരണം ഇത് ഞങ്ങളുടെ രണ്ടുപേരും ഒരു ഫസ്റ്റ് BMW ആണ്. ഞങ്ങൾ ഇതിനു മുന്നിൽ BMW മേടിച്ചിട്ടില്ല. സോ നമുക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയയും ധാരണയൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ കേറിട്ടില്ല. ദിസ് ഈസ് യുവർ ഫസ്റ്റ് ടൈം യൂസിങ് എ BMW? Yeah, nice work Mutha, that's good. Congratulations and celebration. Congratulations and celebration. ജോലിക്ക് പോകാനുള്ള മോട്ടിവേഷൻ ആവട്ടെ അല്ലേ? കണ്ടോ, അങ്ങനത്തെ മോട്ടിവേഷൻ ഞാൻ വേണമെങ്കിൽ ഇനിയും തരാം കേട്ടോ. EMI-കൾ കൂടിയാലേ എൻ്റെ മുത്തിന് മോട്ടിവേഷൻ കിട്ടുള്ളൂ. പറയണ്ട ഇതൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് തരില്ലേ ഞാൻ? എങ്ങനെ പോണേ?
നമ്മളൊരു നൈറ്റ് യാത്ര. നൈറ്റ് ഡ്രൈവിന് പോവാണ്. നൈറ്റ് ഡ്രൈവിന് നമ്മളൊന്ന് നൈറ്റ് ഡ്രൈവിന് പോവാന്ന് വിചാരിച്ചു. കാരണം എന്താ കാരണം, വണ്ടിയുടെ രാത്രിയുള്ള സെറ്റപ്പ്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കാണാൻ പോണെന്നാണ് ഗൈസ്. പള്ളിപ്പെരുന്നാൾ ലൈറ്റ് തന്നെ മാതിരിയാണ് ഞങ്ങൾ കാറിൻ്റെ അകത്ത് ലൈറ്റ് കാണാൻ പോണം. ഇതോ ഐ ഓണാക്കട പൊട്ട കണ്ട കാണിച്ച കണ്ട 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 പൊക്കം വന്നപ്പോ കളി മാറി. ഇത് ഓടിക്കണതിന്റെ സുഖവും മാറി, രീതിയും മാറി, കോമ്പാറ്റബിലിറ്റി. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു കുഞ്ഞ് വീഡിയോ ഉള്ളത്. ഇത് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അല്ലേ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. ഒന്നാമത് നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഈ വണ്ടി നമ്മൾ ഇന്ന് തന്നെ എടുക്കും എന്നുള്ളത്. നമ്മൾ ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തില്ല സത്യത്തിൽ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും. പക്ഷെ ഐ തിങ്ക് ഈ ഒരു വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണ്ടേ മുത്തേ. ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് ഒരു നല്ല കാർ അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ഇത് റെക്കോർഡ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ചെറിയ 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 റെക്കോർഡിങ്സ് ആണ് ഞാൻ അതിൽ നടത്തിയത്. ഈ വീഡിയോ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്ന് എനിക്കറിയില്ല. സോ എനിവേസ് എത്തിക്ക് പോലെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ളോഗ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ പിന്നെയും കാണാം. ബൈ 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 കൊടുക്കല്ലേ. ബൈ. നിനക്ക് എന്നെയാണോ BMW ഇഷ്ടം? ശാപം. അതാണ് ഗൈസ് ഇപ്പോ എന്റെ ടീഷർട്ട് ഇട്ടവന് പറയാനുള്ളത്. നിങ്ങൾക്ക് വിചാരിക്കും ഇത് ഞാൻ നോണ പറയുന്നത്. സത്യമായിട്ട് ഇത് എന്റെ ടീഷർട്ടാ അല്ലടാ. ഇന്ന് ഒരുത്തന്നെ ഞാൻ സ്റ്റൈൽ ചെയ്ത് കുട്ടപ്പനാക്കിയതാ. മുത്തിന്റെ ഷൂസ് ഒക്കെ കാണിച്ചു കൊടുത്ത സോക്സ്. ആണുങ്ങളുടെ ഇതിനാണ് സാധനങ്ങൾ മേടിക്കുക. അത് സത്യമാണ്. എനിക്ക് ആണുങ്ങളുടെ ഇതൊന്ന് മേടിക്കുന്നതാണ് ഇഷ്ടം. അതാണ് കുറച്ചൊരു കംഫർട്ടബിൾ. ഇതിന്റെ കുറച്ച് പ്രോ ഫീച്ചേഴ്സ് പറഞ്ഞു തരാമോ ചേട്ടാ? പ്രോ ഫീച്ചേഴ്സ് യെസ്. പ്രോ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫീച്ചർ സീറ്റ് മെമ്മറി നമുക്ക് ഒട്ടുമിക്ക എല്ലാ കാറിലും ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു സീറ്റ് അറേഞ്ച് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നീ കയറി നിനക്കൊരു അറേഞ്ച്മെന്റ് കൊടുത്തിട്ട് നീ ജസ്റ്റ് നിന്റെ നമ്പർ അടിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി ആ സീറ്റിൽ പൊസിഷനിലേക്ക് പോകുന്നു. അതിപ്പോ ഏകദേശം എല്ലാ വണ്ടിയിലും ഉണ്ട് അല്ലെ. ഒട്ടുമിക്ക കാര്യങ്ങളും ഇപ്പൊ എല്ലാ വണ്ടിയിലും ഉണ്ട്. ഇതിലിപ്പോ BMW സ്പെസിഫിക് ആയിട്ട് കാര്യമായിട്ട് ഒന്നുമില്ല. പിന്നെ ഉള്ളൊരു നല്ലത് ഞാൻ നോക്കിയത് പാർക്കിംഗ് അസിസ്റ്റ്. നമ്മുടെ നാട്ടിലൊക്കെ 360 ഡിഗ്രി ക്യാമറയാണുള്ളത്. ഇതിൽ ബാക്ക് ക്യാമറ മാത്രമേ ഉള്ളൂ. പക്ഷെ 360 ഡിഗ്രിയിൽ അവര് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും വശത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ റെഡ് വരും. റിവേഴ്സല്ല, ഇതിപ്പോ അതിന്റെ പാർക്കിംഗ് അസിസ്റ്റ് ആണത്. അപ്പൊ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആ റെഡ് കളർ വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത് ക്യാമറ അല്ല, ബേസിക്കലി അസിസ്റ്റ് ആണ്. നമ്മുടെ റൈറ്റ് സൈഡിലെ മിറർ താഴോട്ട് അഡ്ജസ്റ്റ് ആവും. നമ്മുടെ ഈ മിറർ ഇതിലെന്താ സംഭവിക്കുന്നത്? ഓ ഓക്കേ. സാധാരണ എനിക്ക് തോന്നിയൊരു ഫീച്ചറാണ്. സാധാരണ നമ്മളെ നാട്ടിലുള്ള കാറുകൾക്ക്, ഐ മീൻ ഞാൻ പോയ കാറുകൾക്കൊക്കെ ഇവിടത്തെ നമ്മുടെ ഈ സീറ്റില്ലേ, ഈ സീറ്റ് മിറർ നമുക്ക് മറ്റേ പുഷ് ബാക്ക് കിട്ടാറില്ല. എന്താ പറയാ, നിനക്കത് ഡ്രൈവറിന്റെ നമുക്ക് മറ്റേ സാധനം കിട്ടാറുണ്ട്. എടാ ഇങ്ങനെ ഒറ്റ ഞെക്കിന് ഫുള്ള് കയറി പോണത്. ഈ ലെഫ്റ്റിന് അത് കിട്ടാറില്ല. നമ്മൾ തന്നെ പിടിച്ച് നിർത്തണം അല്ലേ? ഇതിന് ചുമ്മാ ഇപ്പൊ ഇറക്കി ഞാൻ ഞെക്കേണ്ട ആവശ്യമില്ല. കണ്ട, അത് തന്നെ കേറിപ്പോയി. കണ്ടോ, ഞാൻ കൈ എടുത്തു അല്ലേ? അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ രണ്ട് മിറർ ഉണ്ടല്ലോ, മിറർ ഓട്ടോ ഡിമ്മിങ് മിറർ. അതായത് ഓട്ടോ ഡിമ്മിങ് മിറർ എന്താണെന്നറിയോ?
ബാക്കിന്ന് വണ്ടി ലൈറ്റ് അടിച്ചാ അടിക്കുമ്പോ റിഫ്ലക്ഷൻ വരില്ല. ബ്ലാക്ക് ഓ ഇതും ഇതും അതും ഇതും ഇത് മൂന്നും അതുള്ളതാ. നമ്മുടെ ഇപ്പൊ യൂഷ്വലി ഞാൻ കണ്ടുന്ന വണ്ടികൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. റിയർ വ്യൂ മിറർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് മാത്രം ഓട്ടോ ഡീമിങ് വരാറുള്ളൂ. ഈ രണ്ടും കൂടെ ഓട്ടോ ഡീമിങ്. അപ്പൊ ബാക്കിലൊക്കെ ഒരു സൈഡിൽ വന്ന് നിന്നാലും ഈ ജീപ്പ് പോലത്തെ വണ്ടികളൊക്കെ വരും. അപ്പൊ അവരൊക്കെ ലൈറ്റ് പൊന്തിയാണ്. അപ്പൊ യൂഷ്വലി എന്റെ പണ്ടത്തെ കാറിലൊക്കെ കണ്ണിക്ക് അടിക്കും. പക്ഷെ ഇവൻ അത് ഡിം ചെയ്യും. ഈ രണ്ട് മിററും ഡിം ചെയ്യും. ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ജസ്റ്റ് ഓട്ടോ ഡിമ്മിങ് മാത്രമേ ഉള്ളൂ. വേറെ കാര്യമായിട്ടില്ല. ഈ സ്ക്രീനിനെ പറ്റി ഒരു 4 വാക്ക് പറയാം. സ്ക്രീനിലാണ് ഇതിന്റെ എല്ലാ പരിപാടിയും. ഇത് ഫുള്ള് മറ്റേതാ? ഇത് പാർക്കിംഗ് വ്യൂ, ഇത് അസിസ്റ്റ് വ്യൂ, കുറച്ചും കൂടെ ചുറ്റുവട്ടം അവൻ അസിസ്റ്റ് ചെയ്യും, മോണിറ്റർ ചെയ്യും. പിന്നെ പനോരമിക് വ്യൂ, നമുക്ക് ഫുള്ള് ഒരു വ്യൂ കിട്ടുന്നു. പിന്നെ നമുക്ക് മോറിൽ പോയി കഴിഞ്ഞാൽ ക്യാമറ ക്ലീൻ ചെയ്യാം. ഇപ്പൊ ക്ലീൻ ചെയ്യണ്ട, വെള്ളം വരും. ആണെങ്കിൽ ഒന്ന് കാണിക്കാം. വെള്ളം ഒഴിച്ച് കഴുകി തന്നു. സോ സ്നോ ഒക്കെ ഉള്ളപ്പോ ഇത് ഭയങ്കര സത്യം. ചൂടുള്ള ഒഴിക്കോ? ഒഴിക്കാൻ പാടില്ല, വെള്ളം ഒഴിക്കാം. എന്തൊക്കെ അറിയണം എനിക്ക്. പിന്നത്തെ ഇതില് നല്ല കുറച്ച് കാര്യങ്ങൾ, ഡ്രൈവിംഗ് സെറ്റ് ഇതുകളുണ്ട്. ഞാനിത് ചോദിക്കാൻ വരായിരുന്നു. ഇതില് മറ്റേ സാധനം എവിടെ? മറ്റേ അതിനെന്താ പറയാ, മറ്റേ ഇങ്ങനെ വലിച്ചു വെക്കണ സാധനം, ബ്രേക്കോ? എന്ത് ബ്രേക്ക്? ഹാൻഡ് ബ്രേക്ക് എവിടെ? അതൊന്നും ഇല്ല, അതൊക്കെ ഓട്ടോമാറ്റിക്. എല്ലാത്തിലും ഇതിലെവിടെ ഹാൻഡ് ബ്രേക്ക്? ഫിസിക്കലായിട്ടുള്ള സാധനല്ലേ? സ്വിച്ചിങ്ങിലും ഉണ്ടാവൂലോ? സ്വിച്ച് ഉണ്ടാവും, ഇതിൽ സ്വിച്ചും ഇല്ല. ഇതില് സ്വിച്ചും ഇല്ലേ? അപ്പൊ ഇത് എങ്ങനെ നമ്മള് മറ്റേ തള്ളിക്കൊണ്ടൊക്കെ പോവും? അങ്ങനെ ചോദിച്ചാൽ അതൊരു ചോദ്യമായി നിലനിൽക്കും അല്ലേ? അത് ഞാൻ പഠിക്കട്ടെ, അത് എങ്ങനെയാണ്. സത്യമാണ്, ആക്ച്വലി ഒരു പാർക്കിംഗ് ബ്രേക്ക് വേണമായിരുന്നു. ഇതാണോ ഇത്? മറ്റേ ഹസാർഡ് ആണോ? ഇത് വോളിയം, പാട്ടിന്റെ വോളിയം. ഓക്കെ, നിന്റെ കൈ കാരണം കാണുന്നില്ല. തിരിക്കാം. ഇത് വോളിയം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഞാൻ ഇവിടെ വോളിയം തിരിച്ചു, ഇതേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ആൻഡ് ഇത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചേഞ്ച് ചെയ്യണം. ഇത് ഹസാർഡ് അല്ലേ? ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ. പിന്നെ ഇതെന്താ? ഇത് മാക്സിമം ഇതിലേക്ക് എല്ലാ മിററിലേക്കും. ഇപ്പൊ വിന്ററുള്ള സമയത്ത് ഇത് ഫുള്ള് ഫ്രോസ് ആയിരിക്കും. ഇത് മാക്സ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന്. ഓക്കെ, ഇത് നമ്മുടെ ഗിയറിന്റെ മറ്റേ മാറ്റുന്നത്. ഇത് ആക്ച്വലി ഓക്കെ, ഇത് അവൻ ചവിട്ടി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ടക് 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 എന്നാക്കുന്നതാണ്. പിന്നെ ഇത് പാർക്കിലിടുമ്പോ ഇത് കുത്തണം. പിന്നെ ഇതെന്താ? അത് നമ്മുടെ മോഡുകളിൽ കാണില്ല കൈ. ഡ്രൈവിംഗ് സെറ്റിംഗ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് 3-4 മോഡൊക്കെ ഉണ്ട്. ഇത് ലൈൻ ഡിപ്പാർച്ചർ വാണിംഗ്. ബേസിക്കലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇതിടാതെ, ഇൻഡിക്കേറ്റർ ഇടാതെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. പിന്നെ ഡ്രൈവ് ടെറൈനിൽ അത്ര വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. 2-3 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ഈ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്. അത് നമ്മൾ ട്രാഫിക്കിലൊക്കെ നിർത്തുമ്പോൾ വണ്ടി തന്നെ ഓഫ് ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവും. അത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം, ഓണാക്കെ ചെയ്യാം. പിന്നെ ഡ്രൈവ് ഓഫ് അസിസ്റ്റൻസ് ഉണ്ട്. അത് എന്തിട്ട് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേമാതിരിയുള്ള കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഇൻക്ലിമെന്റ് വെതർ, സ്ലിപ്പ് ആവുന്ന സാഹചര്യങ്ങളിൽ, സ്നോയിലൊക്കെ നമുക്ക് ടയറിനൊരു അസിസ്റ്റൻസ് കൊടുക്കണ പരിപാടി. ഇതിന് മറ്റേ പരിപാടി ഇല്ലേ, മറ്റേ അതിനെ പറ്റി 2 വാക്ക് പറയാമോ? പിറ്റേ ദിവസം പോണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനത്. അത് നമുക്ക് പ്രീ ഡിപ്പാർച്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നാളെ രാവിലെ 9 മണിക്ക് ഇപ്പൊ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഭയങ്കര എളുപ്പമാണ്. 9 മണിക്ക് നമ്മൾ എല്ലാ ദിവസവും കറക്റ്റ് ഇറങ്ങുമല്ലോ. ഞാൻ കറക്റ്റ് അങ്ങനെ ഇറങ്ങും. അപ്പൊ 9 മണിക്ക് ഇറങ്ങുന്നെങ്കിൽ ഇതിനൊരു 9 മണി ഇട്ട് കൊടുത്താൽ 8:50 വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് മാപ്പ് ഇട്ട് വെക്കാൻ പറ്റും. അപ്പൊ മാപ്പും ടൈമിങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഓൾറെഡി 9 മണിയാകുമ്പോൾ നമ്മൾ കയറി വരുമ്പോഴേക്ക് ഇതിന്റെ ക്ലൈമറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, അപ്പോൾ എക്സ്ട്രീം വെതർ ഇപ്പോൾ ഈ വണ്ടി ചൂടാക്കി നിർത്തും. 10 മിനിറ്റ് കൊണ്ട് ഫുൾ സെറ്റ് ആക്കും. മാപ്പ് അടക്കം ഉണ്ടാവും. നമ്മൾ കയറി നിങ്ങൾ പോയി കൊടുത്താൽ മതി. നല്ല സൂപ്പർ സാധനമായിട്ട് എനിക്ക് തോന്നി. എല്ലാത്തിലും ഉണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഫോണിൽ കൂട്ടുമിക്ക പുതിയ കാറുകളിലും അങ്ങനെ ചെയ്യാൻ പറ്റും. നാട്ടിലെ കാറുകളിൽ എനിക്കറിയില്ല വന്നു തുടങ്ങിയത്. ഇവിടെയൊക്കെ എല്ലാ കാറുകളിലും ഇപ്പോൾ അത് ചെയ്യാൻ പറ്റും. That's a nice thing. പിന്നെ ഫോണിൽ തന്നെ എല്ലാം കൺട്രോളിംഗ് ഉണ്ട്. Okay, thank you for this explanation. ഇത്രയും വിലപ്പെട്ട സമയം താങ്കളുടെ കാറിനെ പറ്റി അത് പറഞ്ഞപ്പോ അഖിലിന്റെ ആ ഒരു ശുഷ്കാന്തി നിങ്ങൾ ശ്രദ്ധിച്ചോ? വേറെ എന്ത് പറയാൻ വന്നാലും അഖില് മറ്റേ പുച്ഛായിരിക്കും. ഇത് പറയാൻ നേരത്ത് മാത്രം അഖില് അല്ല മുത്തേ, ഇത്ര ദിവസം ഇതിപ്പോ 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണല്ലോ. അപ്പൊ ഇത്ര ദിവസം മുത്ത് ഇത് ഓടിപ്പിച്ചിട്ട് ഹൗ ഡു യു ഫീൽ? സോ ഗുഡ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആണോ? ഇനി നാട്ടിൽ പോയിട്ട് എന്നോട് ബെൻസ് വേണോ BMW വേണോ എന്ന് വെച്ചാൽ ഞാൻ BMW വേണമെന്നാ പറയുള്ളൂ. കാരണം താങ്കൾ മറ്റേ ബെൻസ് ഓടിച്ചിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ താങ്കൾക്ക് പറയാൻ പറ്റുന്നത്? ഞാൻ കേട്ടനുസരിച്ച് BMW ആണ് ഡ്രൈവേഴ്സ് കാർ, മറ്റേത് പാസഞ്ചേഴ്സ് കാറാണ്. അപ്പൊ ഞാനാണല്ലോ പാസഞ്ചേഴ്സ് കാറാണ്. അപ്പൊ ഞാനാണല്ലോ
ഓടിക്കുന്ന ആള്. അപ്പൊ എനിക്കാണല്ലോ സുഖം അത് കിട്ടുന്നത്. ഞാൻ ഓടിച്ചാല് അപ്പുറത്തിരിക്കണ നിന്നെ പോലുള്ളവർക്ക് സുഖം കിട്ടാൻ വേണ്ടി ഞാൻ ബെൻസ് എടുക്കണില്ല. പിന്നെ വേറെ കാര്യം, ബെൻസിന് ഇത് കൂടുതലാ, മെയിൻ്റനൻസ് കൂടുതലാ. BMW ഇത്തിരി കമ്പാരിറ്റീവ്ലി ഇത്തിരി കുറവാ മെയിൻ്റനൻസ്. പിന്നെ ബെൻസ് എന്റെ ടീഷർട്ട് ഇട്ടിട്ട് ന്യായം പറഞ്ഞിരിക്കവൻ.